എല്ലാവർക്കും നമസ്കാരം. 2026 റിപ്പബ്ലിക് ദിന പരേഡ്. ഇത് കണ്ടപ്പോൾ 1963 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഒരു പ്രത്യേകത ഓർമ്മ വന്നു. ഭാരതത്തിന്റെ ചരിത്രവഴികളിൽ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾക്കപ്പുറം രാഷ്ട്രസുരക്ഷയ്ക്കായി ഒന്നിച്ചുനിന്ന അപൂർവ നിമിഷങ്ങളിലൊന്നാണ് 1963 ജനുവരി 26. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. 1948 നിരോധനത്തിന് ശേഷം സംഘടന നേരിട്ട സാമൂഹികമായ ഒറ്റപ്പെടലുകളിൽ നിന്നുള്ള വലിയൊരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇത്. ഈ സംഭവത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലാണ്. അപ്രതീക്ഷിതമായ ചൈനീസ് ആക്രമണത്തിൽ രാജ്യം പകച്ചുനിന്നപ്പോൾ സൈന്യത്തിന് കരുത്തായി സാധാരണക്കാരായ പതിനായിരക്കണക്കിന് സ്വയംസേവകർ മുന്നോട്ടുവന്നു. അതിർത്തിയിലേക്ക് പോകുന്ന സൈനികർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ അവർ അഹോരാത്രം പണിയെടുത്തു. യുദ്ധമുഖത്ത് പരിക്കേറ്റ സൈനികർക്കായി രാജ്യത്തുടനീളം സ്വയംസേവകർ രക്തദാനം നടത്തി. സൈനികർ അതിർത്തിയിലേക്ക് നീങ്ങിയപ്പോൾ നഗരങ്ങളിലെ ഗതാഗത നിയന്ത്രണം, രാത്രികാല കാവൽ അതായത് സിവിൽ ഡിഫൻസ് എന്നിവ RSS ഏറ്റെടുത്തു. ഡൽഹിയിലെ പോലീസ് സംവിധാനത്തെ സഹായിക്കാൻ സ്വയംസേവകർ കാട്ടിയ അച്ചടക്കം നെഹ്റുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യുദ്ധാനന്തരം രാജ്യത്തിന്റെ ഐക്യം വിളംബരം ചെയ്യാൻ ഒരു പൗരന്മാരുടെ പരേഡ് നടത്താൻ നെഹ്റു തീരുമാനിച്ചു. RSSനെ പരേഡിൽ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം സർക്കാരിലെ പലരെയും അമ്പരപ്പിച്ചു. എന്നാൽ യുദ്ധകാലത്തെ അവരുടെ സേവനം കണക്കിലെടുത്ത് നെഹ്റു ഇതിൽ ഉറച്ചുനിന്നു. കുറഞ്ഞ സമയം, പരേഡിന് വെറും 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അറിയിപ്പ് ലഭിക്കുന്നത്. എന്നിട്ടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3000-ഓളം സ്വയംസേവകർ ഡൽഹിയിൽ തടിച്ചുകൂടി. സൈനിക ചിട്ടയോടെയുള്ള മാർച്ചിൽ പങ്കെടുക്കാൻ ദ്രുതഗതിയിലുള്ള പരിശീലനമാണ് അവർ നടത്തിയത്. 1963 ജനുവരി 26 രാവിലെ ഡൽഹിയിലെ രാജ്ഘട്ടിൽ ലോകം ആ ദൃശ്യം കണ്ടു. വെളുത്ത ഷർട്ടും കാക്കി നിക്കറും കറുത്ത തൊപ്പിയും ധരിച്ച് കൈകളിൽ ദണ്ഡുമേന്തി സ്വയംസേവകർ സൈനിക ചിട്ടയോടെ മാർച്ച് ചെയ്തു. RSSന്റെ സ്വന്തം ബാൻഡ് സംഘമായ ഘോഷ് പരേഡിന് താളമേകി. പരേഡ് വീക്ഷിച്ചുകൊണ്ടിരുന്ന വിദേശ പ്രതിനിധികളെയും ഇന്ത്യൻ നേതാക്കളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചത് അവരുടെ അച്ചടക്കമായിരുന്നു. സിവിലിയൻ വിഭാഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ സംഘമായിരുന്നു. RSSനെ ക്ഷണിച്ചതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും വലിയ പ്രതിഷേധമുയർത്തി. ഗാന്ധിവധം ഉദ്ധരിച്ചുകൊണ്ട് അവർ നെഹ്റുവിനെ വിമർശിച്ചു. RSSനെ ഞാൻ ക്ഷണിച്ചത് അവർ ഈ രാജ്യത്തെ പൗരന്മാരായതുകൊണ്ടും യുദ്ധസമയത്ത് അവർ കാണിച്ച അസാമാന്യമായ അച്ചടക്കം അംഗീകരിക്കപ്പെടേണ്ടതുമായതുകൊണ്ടുമാണ്. ഇതായിരുന്നു നെഹ്റുവിന്റെ മറുപടി. ഈ സംഭവം RSSന് പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള സ്വീകാര്യത നൽകി. MS ഗോൾവാൾക്കറുടെ നേതൃത്വത്തിൽ സംഘടന കൂടുതൽ ശക്തിപ്പെടാൻ ഇത് കാരണമായി. ഇന്ന് ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തെ ചോദ്യം ചെയ്യാറുണ്ട്. RSSനെ ഔദ്യോഗികമായി ക്ഷണിച്ചതല്ലെന്നും പൊതുവായ ഒരു ക്ഷണത്തിൽ അവർ പങ്കെടുക്കുകയായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ അക്കാലത്തെ പത്രറിപ്പോർട്ടുകളും പരേഡിൽ പങ്കെടുത്തവരുടെ സാക്ഷ്യപത്രങ്ങളും ഈ പങ്കാളിത്തം ശരിവെക്കുന്നു. പാഞ്ജന്യ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഇതിന്റെ ചിത്രങ്ങൾ അന്ന് വലിയ പ്രാധാന്യത്തോടെ വന്നിരുന്നു. ദേശീയ പ്രതിസന്ധികളിൽ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ മാറ്റിവെച്ച് രാഷ്ട്രത്തിനായി കൈകോർക്കാം എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ സംഭവം. രാജ്യത്തോടുള്ള കടമ നിർവഹിക്കാൻ സംഘടനകൾ എങ്ങനെ സജ്ജമാകണം എന്നതിന് 1963 ഈ പരേഡ് ഇന്നും വലിയൊരു പാഠമാണ്. ഇനി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും അതിന്റെ തീവ്ര ദേശീയ നിലപാടിനെയും വിമർശിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ. ഇന്ന് ഭാരതത്തെ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം ആക്രമിച്ചാൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കും? രാജ്യത്തിനുള്ളിലെ ശത്രുക്കൾക്കൊപ്പമോ അതോ ഭാരത സൈന്യത്തിനൊപ്പമോ? ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നും പോരാടും എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഭാരതത്തെ സ്വന്തം പെറ്റമ്മയെ പോലെ കരുതി സംരക്ഷിക്കുന്നത് ആണോ നിങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലും സ്വയം സേവകരിലും കാണുന്ന കുറ്റങ്ങൾ? ഇതിനൊന്നും ആത്മാർത്ഥമായി മറുപടി പറയുവാൻ നിങ്ങൾക്കാവില്ല എന്നതും നന്നായി അറിയാം. കാരണം നിങ്ങൾക്ക് എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ പ്രധാനം. അധികാരത്തിനും പണത്തിനും വേണ്ടി ദേശദ്രോഹികൾ ആയ വ്യക്തികളോടും ശത്രു രാജ്യങ്ങളോടും സൗഹൃദം കൂടാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ല താനും. ഇനി നിങ്ങൾ പ്രേക്ഷകരോട് ഒരു ചോദ്യം. 1948 നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് 15 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പരേഡിൽ പങ്കെടുക്കാൻ സാധിച്ചു എങ്കിൽ അതിന് പിന്നിലെ അധ്വാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇതുപോലെ ഉള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് മാതാ കീ ജയ്.